പശ്ചിമേഷ്യയിൽ യുദ്ധവിമാനങ്ങൾ വിന്യസിക്കുമെന്ന് ഔദ്യോഗികമായി അറിയിച്ച് അമേരിക്ക. F-16, F-22, F-35 വിമാനങ്ങളായിരിക്കും വിന്യസിക്കുക. ഇസ്രായേലിനെതിരെ ഇറാൻ പ്രയോഗിക്കുന്ന ഡ്രോണുകളും റോക്കറ്റുകളും പ്രതിരോധിക്കാനായിരിക്കും വിമാനങ്ങൾ പ്രയോജനപ്പെടുത്തുക. ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണത്തിനുള്ള ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന കേന്ദ്രം ഇസ്രായേൽ തകർത്തു. ഇറാന്റെ പാർച്ചിൻ സൈനിക താവളവും ആക്രമിച്ചതായി ഇസ്രായേൽ അറിയിച്ചു. ഇസ്രായേൽ സൈനിക നടപടികൾക്കെതിരെ തിരിച്ചടി നടത്തുമെന്ന് ആവർത്തിക്കുകയാണ് ഇറാൻ. വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുന്നുണ്ട്. ഐസൻ, ഇസ്രായേലിന് വലിയ പിന്തുണയാണ് ഈ ഘട്ടത്തിൽ അമേരിക്കയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇറാന്റെ ഡ്രോണുകളും മറ്റും തടയാൻ അമേരിക്ക F-16, F-22, F-35 വിമാനങ്ങൾ അണിനിരത്തി ഈ യുദ്ധവിമാനങ്ങൾ വിന്യസിക്കുമെന്നുള്ള ഉറപ്പ് ലഭിച്ചിരിക്കുകയാണ് ഇസ്രായേലിന്. വിവരങ്ങൾ തീർച്ചയായും നീലിമ, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പിന്തുണയാണ് ഇപ്പോൾ അമേരിക്ക നൽകാനിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജെറ്റുകൾ പുറപ്പെട്ടു കഴിഞ്ഞു എന്നാണ്, അതായത് ഈ വിമാനവാഹിനി കപ്പലിൽ തന്നെ ഇത്തരത്തിൽ ജെറ്റുകൾ എത്തിക്കഴിഞ്ഞു. അത് വിന്യസിക്കാനുള്ളൊരു നീക്കമാണ് നടക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രതിരോധത്തിലൂന്നിയ ഒരു സംവിധാനമായിരിക്കും, അതായത് ഇസ്രായേലിനെതിരെ വരുന്ന ഇറാൻ്റെ ഡ്രോണുകളും അതുപോലെ തന്നെ മിസൈലുകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അയൺ ഡോമിൻ്റെ പരിധിയിലേക്ക് പുറത്തു വരുന്ന സംവിധാനങ്ങളെല്ലാം തന്നെ തകർക്കുന്നതിന് ഒരു സർവീലൻസ് സംവിധാനത്തോടെയും അതുപോലെ തന്നെ ഒരു ലോയിറ്ററിംഗ് അമ്യൂണിഷൻ സംവിധാനത്തിലൊക്കെ ആയിരിക്കും ഇത് പ്രവർത്തിക്കുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. തീർച്ചയായും നമുക്കറിയാവുന്നതാണ്, വലിയ തോതിലൊരു പ്രതിരോധം അനിവാര്യമായൊരു ഘട്ടമാണ് ഇപ്പോൾ ഇസ്രായേലിനുള്ളത്. ഒരു പക്ഷേ വൻതോതിൽ ഇറാൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ആക്രമണം ഉണ്ടാവുകയും അതുപോലെ തന്നെ ഹൂതി ഭീകരരുടെ ഭാഗത്തു നിന്നും അതുപോലെ അനുബന്ധ ഭീകര സംഘടനകൾ, ഈ ഇറാന് വേണ്ടി പ്രോക്സി യുദ്ധം നടത്തുന്ന ഭീകര സംഘടനകളുടെ പിന്തുണയോടെ ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ഈ മിസൈലുകളെയൊക്കെ പ്രതിരോധിക്കുന്നതിന് കൃത്യമായൊരു സംവിധാനം ഒരുക്കേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഈ പ്രതിരോധം, ഇസ്രായേലിൻ്റെ പ്രതിരോധം ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കും പ്രവർത്തിക്കുക. അമേരിക്കയുടെ സൈനിക വിമാനങ്ങളെല്ലാം തന്നെ ഈ F സീരീസിലുള്ള വിവിധ വിമാനങ്ങളായിരിക്കും എത്തുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നേരത്തെ തന്നെ യൂറോപ്പ് കേന്ദ്രീകരിച്ച് ഫ്യൂവൽ വിമാനങ്ങൾ, അതായത് മിഡ് എയർ ഫ്യൂവലിംഗ് വിമാനങ്ങളെല്ലാം തന്നെ വലിയ ടാങ്കർ വിമാനങ്ങൾ എത്തിയിട്ടുണ്ട്. അവ 30ഓളം വിമാനങ്ങൾ പാർക്ക് ചെയ്തിട്ടുണ്ട് എന്ന വാർത്ത നേരത്തെ പുറത്തു വരികയും ചെയ്തിരുന്നു. അതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശക്തമായൊരു ആക്രമണത്തിന് ഇസ്രായേൽ ഒരുങ്ങുന്നു. അങ്ങനെ ആക്രമണം നടത്തുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിൽ ഇസ്രായേലിൻ്റെ ആഭ്യന്തര സുരക്ഷകളും അതുപോലെ ഇസ്രായേലിൻ്റെ ടെറിട്ടറി സുരക്ഷിതമായി നിലനിർത്തുന്നതിനും ഇസ്രായേലിൻ്റെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിലെല്ലാം തന്നെ സുരക്ഷ ഒരുക്കുന്നതിനുമുള്ള വിന്യാസമായിരിക്കും നടത്തുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇറാഖിലും അതുപോലെ തന്നെ ആ പ്രദേശങ്ങളിലെല്ലാം തന്നെ കൃത്യമായ തരത്തിൽ സുരക്ഷ അനിവാര്യമായൊരു സാഹചര്യത്തിൽ കൂടിയാണ് ജെറ്റ് വിമാനങ്ങൾ ഈ യുദ്ധവിമാനങ്ങൾ വിന്യസിക്കാനുള്ളൊരു തീരുമാനം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ശക്തമായൊരു പ്രതിരോധം അമേരിക്ക തീർക്കുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. അതേസമയം ഇറാൻ്റെ ഭീഷണികൾ തുടരുകയാണ്. ഇറാൻ്റെ പരമോന്നത നേതാവെന്ന് അവകാശപ്പെടുന്ന അയത്തുള്ള അലി ഖമേനി എല്ലാം തന്നെ തുടർന്നും ആക്രമണങ്ങൾ നടത്തും. അതായത് ഇസ്രായേൽ ഒരു തെറ്റ് ചെയ്തു, അതിനുള്ള ശിക്ഷ അനുഭവിക്കുമെന്ന രീതിയിലൊക്കെയുള്ള പലതരത്തിലുള്ള പ്രതികരണങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഒളിവിലാണ് എങ്കിൽ കൂടി ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളാണ് ഉണ്ടാകുന്നത്. അല്പസമയത്തിനകം ഒരു പൊതുവേദിയിൽ ഒരു വീഡിയോയിൽ അദ്ദേഹം എത്തും, അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി വീഡിയോ സന്ദേശം നൽകുമെന്ന വിവരങ്ങളെല്ലാം തന്നെ വരികയും ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലുള്ള ആക്രമണോത്സുകമായൊരു സ്വഭാവത്തിൽ തന്നെ ഖമേനി തുടരുന്ന ഒരു സാഹചര്യം കൂടി ഉള്ളതിനാലാണ് ശക്തമായൊരു പ്രതിരോധം തീർക്കാൻ അമേരിക്കയും ആക്രമണം നടത്താൻ ഇസ്രായേലും എന്ന രീതിയിലൊരു യുദ്ധതന്ത്രം മെനഞ്ഞിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നീലിമ, ശരി. പശ്ചിമേഷ്യ അശാന്തമായി തുടരുകയാണ്. ഐസനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.